നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലിരുന്ന് അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടി ധാനമായി നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യാവസാന ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിഹയുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാന കീർത്തനങ്ങളിൽ 72-ാം കീർത്തനം, ഹിൻ നമ്പർ 72. ഭൂമിയിലെങ്ങും നിങ്ങൾ പോയി ഘോഷിച്ചിടുവേ, സർവസൃഷ്ടികൾക്കുമുള്ള ഈ സുവിശേഷം. സ്വർഗഭൂമികളിലും സർവാധികാരമേ, കൈകളിൽ ഞാനുണ്ട്, നിങ്ങൾ ഒന്നിച്ചെന്നുമേ. അതിലെന്നെ മാർഗരക്ഷയ്ക്കയച്ചപ്പോൾ ദൂതലത്തിൽ നിങ്ങളെയും ഞാൻ അയക്കുന്നു. സർവശോഭികളിലും സർവാധികാരമേ, കൈകളിൽ ഞാനുണ്ട്, നിങ്ങൾ ഒന്നിച്ചെന്നുമേ. ശക്തിയധികാരങ്ങൾ കൊണ്ടല്ലോ സർവ ശക്തനാത്മാവിനാലെ നിങ്ങൾ ജയിക്കും. സർവഭൂമികളിലും സർവാധികാരമേ, കൈകളിൽ ഞാനുണ്ട്, നിങ്ങൾ ഒന്നിച്ചെന്നുമേ. ആത്മവാളാം ദൈവവാക്യം കയ്യിലെടുത്തു, സർവദാരിവുകളോടു നിങ്ങളെതിർപ്പേ. സ്വർഗഭൂമികളിലും സർവാധികാരമേ, കൈകളിൽ ഞാനുണ്ട്, നിങ്ങൾ ഒന്നിച്ചെന്നുമേ. നിത്യവും പ്രവൃത്തിയാക്കാനാശിസേനായി പ്രാർത്ഥനയിലോട്ടുനിൽക്കാം. സ്വർഗഭൂമികളിലും സർവാധികാരമേ, കൈകളിൽ ഞാനുണ്ട്, നിങ്ങൾ ഒന്നിച്ചെന്നുമേ. മൃത്യുവാളോളം വിശ്വസ്തരായിടുമെങ്കിൽ നിത്യജീവന്റെ കിരീടം നിങ്ങൾ പ്രാപിക്കും. സ്വർഗഭൂമികളിലും സർവാധികാരമേ, കൈകളിൽ ഞാനുണ്ട്, നിങ്ങൾ ഒന്നിച്ചെന്നുമേ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോഴും പ്രകാരം തന്നെ. ആമീൻ.
തൃത്വത്തിനു സ്തുതി. പേജ് നമ്പർ 34. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനായിരുന്നു, വാഴ്ത്തപ്പെട്ടവനാവുന്നു. നിങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു, സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വവും, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ഔന്നതനാകുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്,
അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവത്തിനുമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവർത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളിൽ നിങ്ങളെ ശുദ്ധീകരിക്കുകയും വസ്തു ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. കരുണയുള്ള കർത്താവേ, വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. CSI ദിനം, സാക്ഷ്യത്തിൻ്റെ ഐക്യം. തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നാകണമെന്ന് പ്രാർത്ഥിച്ച പ്രിയപുത്രൻ്റെ പിതാവായ സർവശക്തനായ ദൈവമേ, ദേശൻ്റെ സഭയിൽ സഭയുടെ ഐക്യം യാഥാർത്ഥ്യമാക്കിയ ഞങ്ങൾ ഹൃദയത്തോടും ഒരാത്മാവോടും ഞങ്ങളെ തന്നെ നിൻ്റെ സേവനത്തിൽ പ്രതിഷ്ഠിക്കുവാനും നിൻ്റെ സ്നേഹത്തിൻ്റെ വിശുദ്ധ സാക്ഷികളായിരിക്കുവാനും കൃപ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. പഴയ നിയമ വേദഭാഗം, ഫസ്റ്റ് ലെസൺ. The first lesson is taken from Ezekiel chapter 37 verses 15 to 22. Ezekiel chapter 37 verses 15 to 22. The word of the Lord came again unto me, saying, Moreover, thou son of man, take thee one stick and write upon it for Judah, and for the children of Israel his companions. Then take another stick and write upon it for Joseph, the stick of Ephraim, and for all the house of Israel his companions. And join them one to another into one stick, and they shall become one in thine hand. And when the children of thy people shall speak unto thee, saying, Wilt thou not shew up what thou meanest by these? Say unto them, Thus saith the Lord God, Behold, I will take the stick of Joseph, which is in the hand of Ephraim, and the tribes of Israel his fellows, and will put them with him, even with the stick of Judah, and make them one stick, and they shall be one in mine hand. And the sticks whereon thou writest shall be in thine hand before their eyes. And say unto them, Thus saith the Lord God, Behold, I will take the children of Israel from among the heathen, whither they be gone, and will gather them on every side and bring them into their own land. And I will make them one nation in the land upon the mountains of Israel, and one king shall be king to them all. And they shall be no more two nations, neither shall they be divided into two kingdoms any more at all. Here ended the first lesson. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 122 സങ്കീർത്തനം, സാംസ് 122. ഇന്നത്തെ സങ്കീർത്തനം 222, സാം 122. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിൽക്കൽ കാത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണി തീർക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി
യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യം ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയുണ്ടായിരിക്കട്ടെ, ആദ്യം മുതൽ എപ്പോഴും തന്നെ. ആമേൻ. സക്രിയാവിൻ്റെ പാട്ട് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. ബെനഡിക്കറ്റ്സ്, പേജ് നമ്പർ 47. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിധാരണം ചെയ്യുകയും തൻ്റെ വിശുദ്ധവാൻ ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പായിക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ അസനായ ദാവീദിന്റെ ഗൃഹത്തിൽ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമ്പിൽ വിശുദ്ധിയിലും നീതിയിൽ നിന്ന് ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നമ്മുടെ പിതാവായ അബ്രാഹാമിന് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമം ഓർത്തുകൊണ്ടും ആകുന്നു. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ അതിരണയാൽ അവൻ്റെ ജനത്തിന് പാമോചനത്തിൽ രക്ഷാനം കൊടുപ്പാനുമായി നീ അനുമ്പായി നടക്കും. ഇരുളിലും മറനിഴലിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് അതിരണയാൽ ഉയർത്തുന്നത് നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, അതിങ്ങനെ ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. The second lesson for today is taken from Ephesians chapter 4 verses 1 to 6. Ephesians chapter 4 verses 1 to 6. I urge you then, I who am a prisoner because I serve the Lord, live a life that measures up to the standard God set when He called you. Be always humble, gentle and patient. Show your love by being tolerant with one another. Do your best to preserve the unity which the Spirit gives by means of the peace that binds you together. There is one body and one Spirit, just as there is one hope to which God has called you. There is one Lord, one faith, one baptism. There is one God and Father of all mankind, who is Lord of all, who works through all, and is in all. Thanks be to God. സഭയുടെ പാട്ട് പ്രതിവാക്യമായി നമുക്ക് ഏറ്റുചൊല്ലാം. TDM, പേജ് നമ്പർ 52. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. പിതാവായ നിന്നെ എല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവരുള്ള സകല അധികാരങ്ങളും നോക്കി ആർക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രാമത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സറാപ്പോൾ നോക്കി ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവാസം എന്നെ സ്തുതിക്കുന്നു. ജമാഅത്തിനെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അവില്ലാത്ത മൊത്തമുള്ളവായ നിന്നെയും നിന്നെ വന്യതനായ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടവും സഭ അനുസരിച്ചു കൊള്ളുന്നു. നീ മഹത്തിന്റെ രാജ്യമാകുന്നു. നിതാവിന് എത്തിയപുത്രനാവുന്നു. മനുഷ്യരക്ഷിപ്പാൻ നീ വരമറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വർത്തില്ല. നീ മരണത്തിൻ്റെ മുറിച്ചപ്പോൾ എല്ലാ വിശ്വാസ രാജ്യത്തെ തുറന്നു. നീ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പിതാവിൻ്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങൾ വിധി കർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകിയ നിലവിലേറെ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തതിനായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഒരു എന്നേക്കുമുള്ള മൊത്തത്തിൽ വിശുദ്ധന്മാരോട് എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് എന്നേക്ക് അവരെ ഉയർത്തണമേ. നിലമ്പത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസരം കൂടാതെ
എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, എന്ന് ഞങ്ങളെ പാമ്പുട കാത്തരണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണമേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ ചാപ്റ്റർ 17 വേഴ്സസ് 20 to 26. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും തമ്മിൽ ആകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നു നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിക്കേണ്ടതിന് തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനും നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു. സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ബിഫോർ ദിസ് sermon, we have a short message from our beloved Bishop in CSI Medak Diocese, Right Reverend Dr. A.C. Solamaraj Tandikaru, will share his greeting with us on the 74th CSI Formation Day, which is today. I heartily welcome our Bishop on behalf of our church to enlighten us with his thoughts on this memorable day. Greetings to you in the name of the Father, Son and the Holy Spirit, especially to the CSI Malayalam Church Medak Diocese. I've been asked to say a few words regarding the CSI Formation Day on 27th September. I once again praise God for this wonderful work of God. If Jesus is coming to this world to seek the lost, on Pentecost Day, it is the Holy Spirit which has come together and come to us to bring unity of all the lost creation into oneness to experience God's salvation, and which has been wrought to us by the Christ event on the cross. Remember, Christ has died for us to reconcile all of us back to Him in oneness and in greater unity. Dear brothers and sisters, during this pandemic and coronavirus situation, every year we have a very huge celebration of Women's Fellowship anniversary along with the CSI Formation Day. We did plan for the program, but unfortunately, looking at the seriousness and the social way that this pandemic and this virus is moving into the lives of the people, and the rate of death that is occurring in different places, because all our community comes from the different rural places. The executive committee, especially the officers in between, has taken a decision to allow every pastorate to celebrate in its own church along with its congregation, while you maintain all the social distancing and masks, and also the sanitizing and all other things. Please follow the government regulations while we come together. And especially, I request the Presbyterian charges and the pastors and the evangelists and missionaries to be very cautious, because you are being the local head, you need to protect yourself and your family. And as you communicate and as you interact with people, I suggest that you be extra careful in protecting you and your family. While you celebrate, I praise God for the years of unity. And unity is wrought
by the presence of the Holy Spirit. We continue to maintain unity in spite of the diversity. We come together because it is the power of the Holy Spirit. I just want to tell you one thing. When the Holy Spirit came down on the Pentecost day and the 50th day, what did happen in truth is, this is my understanding, the people who were at home, they came together in unity for fellowship. And when people who are worshiping in their own places and synagogues, they came together one for worship together in oneness. Fellowship together in oneness and unity, and worship together in oneness and unity. And they shared with whatever they had together. The sharing is what we offer in our churches. They came together and shared together for oneness and unity of the extension of God's kingdom. And fourthly, they celebrated together, expressing the solidarity with each other and sharing the life with each other and sharing the life of Christ together in oneness. The celebration, that eating, is sharing life together in oneness. Therefore, CSI stands for the greatest unity of the church ecumenically, and this ecumenical unity of different traditions coming together is the presence of living God in this great church. No matter what happens, no matter what people speak, we stand united, go together united, because it is the Holy Spirit that is binding us together in love of Jesus, who has given his life for us. That sacrificial love and that blood which has been shed is the strength and the power of our salvation. And every sin is cleansed in the blood of Jesus. And it is the Holy Spirit that binds us together and binds us together as the channels of God's grace in this world, that they all may be one and we are one. And I thank at this moment, I thank our moderator and our deputy moderator, our general secretary and treasurer as the leaders of this great church, to continue with the same vision that we continue to live and to express in this world. God bless you all. Thank you. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് സ്നേഹവും ബഹുമാനമുള്ള റവറൻ നയനാൻ ജേക്കബ് അച്ഛനാണ്. അച്ഛൻ ഈ നാളുകളിൽ തിരുവനന്തപുരം കണ്ണമൂല കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയുടെ പുതിയ നിയമ വിഭാഗത്തിൽ സേവനം ചെയ്യുന്നു. വളരെ സ്നേഹത്തോട് ആദരവോട് അച്ഛനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നു. അച്ഛനോടും കുടുംബത്തോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. കീർത്തനം 207, ഹിൻ നമ്പർ 207. സഭയ്ക്ക് അടിസ്ഥാനം തൽക്കാലം ക്രിസ്തു, വെള്ളം ജലം മൂലം അവൻ മൃദു സൃഷ്ടി, അവളെ വെൽക്കാനും വെളിയിൽ താൻ തേടി, താൻ രക്തം ചൊരിഞ്ഞ ജീവനവൻ നേടി. നാനാജാതികളെ നാനാവഴിഭൂമാ, നിദോലത്തെ രക്ഷയ്ക്കും കർത്തൻ വിശ്വാസവും, ജനനം സ്തുതിയോടും വിശുദ്ധ ഭോജനം, ഏകാശവല്ലാകു കൃപയാൽ നിറഞ്ഞു. യോഗാശ്ചര്യം നീന്ത ഇടഞ്ഞെരുക്കവോ, ശിഷ്മയിടത്തുടലും വിളിച്ചും കൽകയാം, ശുദ്ധർ നോക്കി കരയും എത്ര നൽകി വേദം, വേഗം യാകുലം മാറും വരും നിത്യാനന്ദം. പോരാട്ടം
സങ്കടങ്ങൾ പ്രയത്നമേരിക്കെ വഞ്ചിക്കുന്നുണ്ട് സഭ പൂർണ്ണ ശാന്തതയെ കാത്തിരിക്കും മഹത്വം ദർശിക്കുന്നവരെ ജയം കൊള്ളും സഭ ആശ്വസിക്കും വരെ ഭൂവിൽ ത്രിയേകനോടു സംസർഗം സഭയ്ക്കു ജയിച്ച ശബ്ദരോടു രഹസ്യ കൂട്ടായ്മ അശുദ്ധർ ഭാഗ്യവാന്മാർ ഞങ്ങളും അവർ പോൽ സ്വർഗ്ഗീയവാസം ചെയ്യുവാനരുൾ കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമേ, ക്രിസ്തു യേശുവിലൂടെ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ഉൾക്കാഴ്ചകൾക്കും ദർശനത്തിനുമായി സ്തോത്രം. പ്രത്യേകിച്ച് പുതിയ ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവിടെ നടത്തി പുതിയ വർഷത്തിലും ദൈവകൃപ സഭയായിട്ട് അനുഭവിക്കുവാൻ, ഐക്യതയുടെ ആത്മാവിൽ ഉണരുവാനും അങ്ങേ ആരാധിപ്പാനും അവിടുന്ന് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ധന്യമുള്ള നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹൈദരാബാദ് മലയാളം കോൺഗ്രിഗേഷനിലെ ഈ വിശുദ്ധ ദിവസത്തെ ആരാധനയിൽ CSI ദിനത്തോടനുബന്ധിച്ച് വചന ശുശ്രൂഷ നടത്തുവാൻ എനിക്ക് ലഭിച്ച നല്ല അവസരത്തിന് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട TT സന്തോഷച്ചനോടും സഭയുടെ ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടുമുള്ള അഗൈതവുമായിരിക്കുന്ന നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ഹൈദരാബാദ് മലയാളം കോൺഗ്രിഗേഷന് കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. പ്രിൻസിപ്പാളിൻ്റെയും ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും പേരിലുള്ള നന്മകൾ നേരുന്നു. പ്രത്യേകിച്ച് സഭയുടെ വളർച്ചയിൽ ധാരാളമായ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെമിനാരിയുടെ വളർച്ചയിലും നിങ്ങൾ നൽകുന്നതായിരിക്കുന്ന വലിയ കൈത്താങ്ങലുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ CSI ദിനമായിട്ട് ആചരിക്കുകയാണ്. നിങ്ങളേവരെയും ഇന്ന് വൈകുന്നേരം നടത്തപ്പെടുന്ന സെമിനാരിയുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന CSI ഡേ സെലിബ്രേഷനായിട്ട് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അത് സൂമിൽ കൂടെ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. നിങ്ങളുടെ സഹകരണം അക്കാര്യത്തിലും പ്രത്യേകം ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭ വളരെ വലിയ ഒരു സഭാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. 1947 സെപ്റ്റംബർ 27 സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ച് ആരംഭിച്ചതായിരിക്കുന്ന രൂപം കൊണ്ടതായിരിക്കുന്ന ഈ സഭ എന്നും ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം തന്നെ അപ്രകാരമാണ്: സാക്ഷ്യത്തിൻ്റെ ഐക്യം. സാക്ഷ്യത്തിൻ്റെ ഐക്യത്തിന് ഉത്തമ ഉദാഹരണമാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന്. 1947 സെപ്റ്റംബർ 27 പൊടുന്നനവേ ഒരു ഐക്യ പ്രസ്ഥാനമായി വരികയോ ഒരുമിച്ച് ചേരുകയായിരുന്നില്ല. ചില വർഷങ്ങളായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പല ഇടങ്ങളിലും വ്യാപരിച്ചത് മൂലം പല മേഖലകളിലും ഉള്ള ദൈവാത്മാവിലുള്ള പ്രേരണയാൽ ക്രിസ്തുയേശുവിൽ ഒന്നിക്കുവാനുള്ള ആഹ്വാനത്തോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടവരെ ഒരുമിച്ച് ചേർന്ന് ചില നാളുകളുടെ പരിശ്രമവും പ്രാർത്ഥനയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് 1947 സെപ്റ്റംബർ 24 സംജാതമായത്. അതുകൊണ്ട് ഈ ഐക്യപ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും സാക്ഷ്യത്തിൻ്റെ ഐക്യം എന്നുള്ളതായിരിക്കുന്ന ഈ ചിന്താവിഷയത്തെക്കുറിച്ച് നാം ആലോചിക്കുമ്പോഴും എപ്പോഴും പ്രാർത്ഥനയുടെ സ്വാധീനം, സമർപ്പണത്തിൻ്റെ സ്വാധീനം, ദൈവസ്നേഹം വഹിക്കുന്നതിൻ്റെ സ്വാധീനം എടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ വളരെ ദീർഘമായ സംസാരത്തിന് വചനഘോഷണത്തിന് മുതിരുന്നില്ല. എന്നാൽ ഇന്നത്തെ വേദഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എഹെസ്കേൽ പ്രവചനം 37 അധ്യായം 15 മുതൽ 22 വരെയും യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 20 മുതൽ 26 വരെയുമുള്ള
വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഐക്യത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു വാഞ്ച അവിടെ വളരെ വ്യക്തമാണ്. ഡിസയർ ഫോർ യൂണിറ്റി. അത് എല്ലാ കാലത്തും സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, 4 പാരമ്പര്യത്തിൽ നിന്ന്, ഫ്രം 4 ട്രഡീഷൻസ്, ആംഗ്ലിക്കൻ കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ ട്രഡീഷനിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകളെ, സഭാ സമൂഹങ്ങളെ, വ്യത്യസ്തമായിരിക്കുന്ന ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്തമായിരിക്കുന്ന ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂടി ഒരു ആത്മാവിൽ നിറയുകയും ഒരു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് അസംഭവ്യമായിരിക്കുന്ന കാര്യമാണ്. ലോകത്തിലെ അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നും ഐക്യത പലപ്പോഴും സാധ്യമല്ലാത്തൊരു മേഖലയിൽ ഈ 74 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഐക്യതയുടെ പാതയിൽ മുന്നേറുവാൻ സാധിക്കുന്നത് നിശ്ചയമായും ലോകാത്ഭുതം തന്നെയാണ്. ഒരുമിച്ച് സഭ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഭാരതത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ സഭയായി നിൽക്കുവാൻ തക്കോണം ഈ സഭയ്ക്ക് സാധിച്ചു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന ചേതോവികാരം, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന ഘടകങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ, ഈ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഐക്യത, യൂണിറ്റി ക്യാൻ ബി പോസിബിൾ ഓൺലി ത്രൂ ദ സാക്രിഫൈസസ്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോഴാണ് ഐക്യത ഉണ്ടാകുന്നത്. സ്വയമഹത്വവും സ്വയപദവിയും സ്വയതാൽപര്യവും മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും ഐക്യപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. അവിടെ ഒരിക്കലും അനുരഞ്ജനം ഉണ്ടാകുവാനായിട്ട് സാധിക്കുകയില്ല. സ്വയം ത്യജിക്കുവാൻ തയ്യാറെടുക്കുമ്പോഴാണ്, സ്വയം ഇല്ലാതെയായിത്തീരുവാൻ തയ്യാറെടുക്കുമ്പോഴാണ്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്വയമില്ലാതെയായിത്തീരുന്ന മാതൃക അതിനെ അനുകരിക്കുമ്പോഴാണ്, അത് ഏറ്റെടുക്കുമ്പോഴാണ് ഐക്യം എപ്പോഴും സാധ്യമായിത്തീരുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, പല സഭകൾ ഒരുമിച്ച് കൂടി പലതും വേണ്ട എന്ന് വിചാരിച്ച് ഐക്യത്തിൻ്റെ ആത്മാവിൽ നിറയുകയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ 2 കോൽ എടുത്തുകൊണ്ട് എഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം പറയുമ്പോൾ യഹൂദ എന്നും ഉള്ള മറ്റ് 2 കോലുകൾ എടുത്ത് ഒരുമിച്ച് ചേർക്കുകയാണ്. ഈ ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിൽ ഒരേ നീളത്തിൽ വരുവാനും ഒരേ ആകൃതിയിൽ വരുവാനുമുള്ള ആ ഒരു സന്നദ്ധത അവിടെ വളരെ ആവശ്യമാണ്. യേശുക്രിസ്തു ആണെങ്കിലും പ്രാർത്ഥിക്കുന്ന തനിക്കുള്ള ദൈവമഹത്വം മുറുകെ പിടിക്കാതെ ലോകത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ലോകത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുവാൻ, അത് ത്യജിക്കുവാൻ തയ്യാറായി. സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാക്രിഫിഷ്യൽ സബ്മിഷൻ, അതാണ് എല്ലായ്പ്പോഴും അനുരഞ്ജനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കപ്പെടുന്നത്. രണ്ടാമത്, ഈ ഐക്യത്തിന് പിന്നിലുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് പരസ്പര അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അംഗീകരിക്കുന്നതായിരിക്കുന്ന അനുഭവം. ഇറ്റ് ക്യാൻ ബി പോസിബിൾ ഓൺലി ത്രൂ ദ അക്സെപ്റ്റൻസ് വിത്ത് ഈച്ച് അതർ. അന്യോന്യം അംഗീകരിക്കുക. ക്രിസ്തു നമ്മെ അംഗീകരിച്ചതുപോലെ, ക്രിസ്തു തന്നോടുകൂടെ നമ്മെ ചേർക്കുവാനായി ശ്രമിച്ചതുപോലെ പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം കൈക്കൊള്ളുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിലാണ് ഐക്യതയിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നത്. ഇവിടെ 4 വ്യത്യസ്ത സാഹചര്യങ്ങളിലും പാരമ്പര്യത്തിൽപ്പെട്ടതായിരിക്കുന്ന സഭാവിഭാഗങ്ങൾ പരസ്പരം അംഗീകരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിരിക്കുന്ന വസ്തുത. ആരാണ് ശ്രേഷ്ഠത എന്നുള്ളതും ആരാണ് ഒന്നാമത് എന്നുള്ളതും ചിന്തിക്കാതെ പരസ്പരം അംഗീകരിക്കുവാൻ തയ്യാറെടുത്തപ്പോൾ, പരസ്പരം ഉൾക്കൊള്ളുവാൻ തയ്യാറെടുത്തപ്പോൾ അവിടെ ഐക്യത രൂപപ്പെടുകയാണ്. എവിടെ അംഗീകാരമുണ്ടാകുന്നുവോ, എവിടെ ഉൾപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുവോ, ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നുവോ, അവിടെ ഐക്യത നിശ്ചയമായും ഉണ്ടാകും. മൂന്നാമതായിട്ട്, ഈ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നാം നോക്കുമ്പോൾ ഇവിടെ എല്ലാം എടുത്തു പറയുന്നൊരു വസ്തുത ദൈവത്തിൻ്റെ സ്നേഹം. ഇറ്റ് ക്യാൻ ബി പോസിബിൾ ത്രൂ ദ ലവ് ഓഫ് ഗോഡ്. ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഐക്യതയ്ക്ക് വേണ്ടത്. നമുക്ക് ആ ദൈവസ്നേഹം ഇല്ല എങ്കിൽ, ദൈവസ്നേഹത്തിൽ നിറയുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, എപ്പോഴും നമ്മൾ മാത്രമാണ് എന്നുള്ള ചിന്താഗതിയിൽ, നമ്മുടെ വശം മാത്രമാണ് ശരിയെന്നുള്ള ചിന്താഗതിയിൽ നമ്മെ മാത്രം ഉയർത്തുവാനായിട്ട് നാം ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവസ്നേഹത്തിന് ഉയരുവാനുള്ള അവസരം കൊടുക്കുമ്പോൾ നാം അവിടെ ചെറുതായി തീരുകയാണ്. നാം അവിടെ വളരെ ചെറിയ ഒരു ഘടകം മാത്രമായി തീരുകയാണ്. ഇതൊരു വലിയ ഭാഗമാണ്. യൂണിറ്റിയിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ ഈ വിനയം, ഈ താഴ്മ, ദൈവ സ്നേഹത്തിലുള്ളതായിരിക്കുന്ന താഴ്മയും വിനയവും, യേശു ക്രിസ്തുവിലൂടെ ക്രൂശിലൂടെ ദർശിക്കപ്പെട്ടതായിരിക്കുന്ന വിനയവും താഴ്മയും ഉണ്ടാകണം. 1947 സെപ്റ്റംബറിൽ സംഭവിച്ചത് ഈ ഒരു സ്നേഹത്തിൻ്റെ വ്യാപാരമാണ്.
പരിശുദ്ധാത്മാവ് സഭാ നേതൃത്വങ്ങളിലെ വ്യത്യസ്ത പാരമ്പര്യങ്ങളിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിലെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നപ്പോൾ അവരിൽ സ്നേഹത്തിൻ്റെ ഒഴുക്കുണ്ടായി. ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക് അത് ആർക്കും തടഞ്ഞു നിർത്തുവാൻ സാധിക്കാത്ത വിധം അതൊരു കൂടിച്ചേരലിൻ്റെ അനുഭവമായി തീർന്നു. ഒരുമിച്ച് പങ്കിടുന്ന, ഒരുമിച്ച് വളരുന്ന, ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പിറവിയായിരുന്നു അത്. അതാണ് ഞാൻ ആദ്യമേ ഓർപ്പിച്ചത്. ഇത് വലിയൊരു അത്ഭുതമാണ്. ഇത് ചില കാലങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് അന്ന് വിമർശനാത്മകമായി പറഞ്ഞതായിരിക്കുന്ന ആളുകളെ നാണിപ്പിച്ചുകൊണ്ട്, ലജ്ജിപ്പിച്ചുകൊണ്ട് 73 വർഷങ്ങൾ പിന്നിട്ട് 74ാമത്തെ വർഷത്തിലേക്ക് ഈ ഐക്യത വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ CSI ദിനമായിട്ട് നാം ആചരിക്കുമ്പോൾ, CSI സഭയുടെ ഈ ഉത്ഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് സാക്ഷ്യത്തിൻ്റെ ഐക്യം എന്നുള്ള ചിന്താവിഷയം CSI സഭ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. എവിടെ സമർപ്പണവും ബലിതർപ്പണവും നഷ്ടമാകുന്നുവോ അവിടെ ഐക്യത നഷ്ടമാകും. എവിടെ പരസ്പരം അംഗീകരിക്കലും ഉൾക്കൊള്ളലും നഷ്ടമാകുന്നുവോ അവിടെ ഒരിക്കലും ഐക്യതയിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയില്ല. എവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അന്യമാകുന്നുവോ അവിടെ ഐക്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും. ഇന്നും CSI സഭ വളരുന്നുവെങ്കിൽ, ഇന്നും CSI സഭ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ, ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട സഭകളിൽ 2ാം സ്ഥാനം വഹിക്കുന്ന സഭയായി ഇന്നും വളർന്ന് പന്തലിക്കുന്നുവെങ്കിൽ, 3500-ലധികം പട്ടക്കാരും 10,000-ലധികം സഭകളുമുള്ള 24-ലധികം ഡയോസിസുകൾ, മഹായിടവകളുള്ള സഭയായി ഭാരതത്തിൽ ഇന്നും ഒരു വലിയ വിളക്കായി ശോഭിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അതിന് പിന്നിൽ സമർപ്പണവും വലിയ ഒരു ത്യാഗവും ഉണ്ട് എന്നത് നാം മറന്നു പോകരുത്. അതിന് പിന്നിലൊരു അംഗീകരണമുണ്ട്, പരസ്പരമായിരിക്കുന്ന ഒരു അംഗീകരണവും സഹകരണമുണ്ട്. അതിന് പിന്നിൽ ഒഴുകുന്നതായിരിക്കുന്ന, തടഞ്ഞു നിർത്താനാവാത്ത ഒരു സ്നേഹമുണ്ട്. ഇത് ഇന്നും നമുക്ക് ആവശ്യമാണ്. ഈ സഭ ഇനിയും വളരണം. ഈ സഭ ഇനിയും ബഹുദൂരം മുൻപോട്ട് പോകണം. ഈ സഭ നമ്മുടെ തുടർന്നുള്ളതായിരിക്കുന്ന തലമുറകൾക്ക് ഒരു ഐക്യപ്രസ്ഥാനത്തിൻ്റെ മാർഗദീപമായി, ദൈവസ്നേഹം വിളിച്ചോതുന്ന, പങ്കുവെക്കുന്ന ഒരു അനുഭവത്തിൻ്റെ ഇടമായി മാറേണ്ടതുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഈ കാലയളവിൽ നമുക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ സഭയുടെ വളർച്ചയ്ക്ക് ക്രിസ്തുവിൽ പരസ്പരം അനുരഞ്ജനപ്പെടുവാനും പങ്കുവെക്കുവാനും ത്യജിക്കുവാനും ഇടയാകട്ടെ. പരസ്പരം അംഗീകരിക്കുവാനുള്ള മനസ്സ് നമ്മൾ എല്ലാവരും വളർന്ന് ശക്തമായി തീരട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും സഭകളിലും ധാരാളമായി ഒഴുകട്ടെ. ആർക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാത്തതായിരിക്കുന്ന ആ ഒഴുക്കിൻ്റെ ശക്തിയാൽ, ആ സ്നേഹത്തിൻ്റെ ശക്തിയാൽ, ആ പങ്കുവെക്കലിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും ശക്തിയാൽ, ആ ത്യാഗത്തിൻ്റെ ശക്തിയാൽ സഭ ഇനിയും ബഹുദൂരം സഞ്ചരിച്ച് വളർച്ചയുടെ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന, ഒരു ഐക്യതയുടെ സാക്ഷ്യം വഹിക്കുന്ന പ്രതീകമായി തീരുവാൻ ഇടയാകട്ടെ. പ്രത്യേകിച്ച് ഈ ഹൈദരാബാദ് മലയാളം കോൺഗ്രിഗേഷൻ അതിൻ്റെ ഭാഗമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സഭ ഈ ത്യാഗത്തിലും ഉൾക്കൊള്ളലിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ധാരാളമായി വളർന്ന് പ്രകാശിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. CSI ദിനത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ആശംസകളും നന്മകളും നേടുന്നു. ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദവും സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഉത്തനാർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാ കന്യകയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചെടുക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചുയർത്തു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ളതായ ദൈവത്തിൻ്റെ അടുത്ത് വാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധാലിക്ക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. വിളിച്ചുവല്ലോ ബാൻസ്. ഈ ഇടവകയിൽ തോട്ടക്കാട് മിസ്റ്റർ ചെറിയാൻറ്റി ജോർജിൻ്റെയും മിസ്സസ് ആലിസ് ചെറിയാൻ്റെയും മകൻ ജോർജ് ടി ചെറിയാനും, ചെന്നൈ CSI ഹോളി ട്രിനിറ്റി ഇടവകയിൽ മിസ്റ്റർ ജോർജ് എബ്രഹാമിൻ്റെയും മിസ്സസ് ആനി ജോർജിൻ്റെയും മകൾ
മേരി ജോർജും തമ്മിൽ വിവാഹം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിപ്പാൻ ആർക്കെങ്കിലും കഴിയുന്നതാകിയാൽ ആയത് രേഖാമൂലം ഇടപെട്ടക്കാരനെ അറിയിക്കണമെന്ന് മൂന്നാമത് പരസ്യം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല എന്ന് കണ്ട് തക്കതായ തുണ നൽകിയ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിവാഹശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ജുവിനെയും മേരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇരുവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇരുവരുടെയും ഭവനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇരുവരുടെയും പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ 3-ാം തീയതി നടക്കുന്ന വിവാഹം ഏറ്റവും മംഗളകരമായി തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ബർത്ത്ഡേ മിസ്റ്റർ കോളിൻസ് എബ്രഹാം, മിസ്റ്റർ രോഹിത് ജോൺ, മിസ്റ്റർ ജോർജ് തോമസ്, മിസ്സസ് ഡോക്ടർ പുഷ്പ ചെറിയാൻ, മിസ്റ്റർ ബിജി ചെറിയാൻ അലക്സ്, മിസ്റ്റർ ഏബ്രാം വർഗീസ്, മിസ്സസ് ലെനറ്റ് ആലിസ് എഡ്വിൻ, മാസ്റ്റർ രോഹിത് തോമസ് കുരുള്ള, മാസ്റ്റർ കെ ആഡ്രിൻ ബെൻ ജോഷുവ, മിസ്സസ് ജേക്കബ് ഉമ്മൻ, മിസ്സസ് ഷീജ വിജു. പ്രാർത്ഥിക്കാം. Ilayolam tunachone ineyum tunaka ihadu kerechayum ni iyenetkagraham. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഈ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി എൻ്റെ പ്രിയൻ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ മക്കൾക്ക് പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകം പ്രദാനം ചെയ്യണമേ. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഓരോ പ്രിയ മക്കളെയും സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സർവശക്തനും കാരുണ്യനുമായ നിത്യപിതാവേ, ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കോണമായി നീ അടിയങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ പലവരും പലതുമായ രോഗത്താലും അപകടങ്ങളാലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ വലിയവനായ ദൈവമേ, അടിയങ്ങളെ കാത്തുപരിപാലിക്കുന്ന വലിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കോവിഡ് എന്ന മഹാരോഗം അടിയങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ പലതാകുന്നുവല്ലോ ദൈവമേ. അടിയങ്ങളുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ പലരും രോഗത്താൽ ഭാരപ്പെടുമ്പോൾ കൺമുമ്പിലുണ്ടെങ്കിൽ പോലും അവരെ ഒരു നേരം ശുശ്രൂഷിക്കുവാനോ പരിചരിക്കുവാനോ സ്നേഹം കൊടുക്കാനോ കഴിയാതെ വണ്ണം ദൂരെ മാറി നിൽക്കേണ്ട ഒരവസ്ഥയിലൂടെ അടിയങ്ങൾ കടന്നു പോകുന്നുവല്ലോ ദൈവമേ. എത്രയും പെട്ടെന്ന് ഈ ലോകത്തെ ഭൂമിയിൽ നിന്നും മാറ്റി എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാൻ തൊക്കാണമായിട്ടുള്ള അവസരം നീ അവിടെ നിന്ന് ഒരുക്കി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കൂടിയിരിക്കണേ, അനുഗ്രഹിക്കണേ, ആശീർവദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ യോധരാവസരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടി ആരാധിക്കാൻ കഴിയുന്നില്ല എങ്കിലും പരിമിതികളിൽ നിന്നുകൊണ്ട് ദൈവമേ, ഭവനത്തിലിരുന്നു കൊണ്ട് നിന്റെ വചനം ശ്രവിക്കാൻ തക്കവണ്ണമായി ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു ദൈവമേ. അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റവും ഭംഗിയായി ചെയ്യാൻ തക്കവണ്ണമായി നിങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ വഴികളിലും കൂടിയിരിക്കുമാറാകണമേ, അനുഗ്രഹിക്കണമേ, ആസ്വദിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ചർച്ചിലെ പല സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടിയും ബിൽഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവമേ. പല നാളുകളായി ദൈവമേ ഒരു പുതിയ ദേവാലയത്തിനായി അടിയങ്ങൾ ആഗ്രഹിക്കുന്നുവല്ലോ. പലപ്പോഴും പലവിധമായ പ്രതിസന്ധികളും പ്രതികൂല കാലാവസ്ഥകളും അടിയങ്ങളെ അതിന് തടസ്സമായി നിൽക്കുന്നു ദൈവമേ. എന്തായിരുന്നാലും അടിയങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം മാറ്റി അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കിയൊരു പുതിയ ദേവാലയം പണിത് അതിൽ ആരാധിക്കാൻ തക്കവണ്ണമായ അടിയങ്ങളെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡിൻ്റെ സമയത്തും ചർച്ചിൻ്റെ പലവിധമായുള്ള ആവശ്യങ്ങൾക്കായി പുറത്തു പോകുമ്പോഴൊക്കെയും നീ അടിയങ്ങളെ കാത്തുപരിപാലിക്കുന്ന വലിയ വൻകുറവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു.
യോൺ ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിങ്ങളുടെ മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളും ചർച്ചിൻ്റെ പുരോഗതിക്കും ചർച്ചയുടെ വളർച്ചയ്ക്കും ഉപകാരപ്രദമായി തീരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാവരും നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാം നിന്റെ കരുണയാൽ കാത്തുവരയ്ക്ക് ദൈവമേ, നിങ്ങൾ കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമായ രീതിയിൽ ആയിത്തീരുവാൻ തക്കവണ്ണമായി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും അവർ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സഭയിൽ രോഗത്താലും ഭാരത്താലും വാർദ്ധക്യത്താലും കഷ്ടപ്പെടുന്ന അനേകരുണ്ടല്ലോ ദൈവമേ, എല്ലാവരെയും നീ തൊടണമേ ദൈവമേ, തൊട്ടവരെ ആശ്വസിപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സന്തോഷപ്രദമായി ജീവിക്കാൻ തക്കമായിട്ടുള്ള എല്ലാ അവസരങ്ങളും നീ അവിടുന്ന് ഒരുക്കി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ വളർച്ചയിലും അവരുടെ നടപ്പിലും വിദ്യാഭ്യാസത്തിലും എല്ലാം നീ കൂടെ ഇരിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിന് പ്രിയപ്പെട്ടവരായി തിരുവാൻ തക്കവണ്ണമായി നീ അവരെ വളർത്തിയെടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ കാര്യങ്ങളും അവരോട് കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അടിയങ്ങളെ സൈന്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അടിയങ്ങൾ മനസമാധാനമായി ഉറങ്ങുമ്പോൾ ഒരു നേരം പോലും കണ്ണടയ്ക്കാതെ അടിയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സൈന്യരേഖത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവർക്ക് ആവശ്യമുള്ള അനുഗ്രഹം കൊടുക്കുമാറാകണമേ, ബലം കൊടുക്കുമാറാകണമേ, ഉറപ്പ് കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗത്താലും ഭരത്താലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ശുശ്രൂഷിപ്പാനായി കരുതിയിരിക്കുന്ന ഡോക്ടർമാരെയും നേഴ്സുമാരെയും അറ്റൻഡർമാരെയും എല്ലാം നിന്റെ മനസ്സിൽ ഓർക്കുന്നു. ദൈവമേ, അവരെല്ലാം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, പരമാവധി ആപത്തിനർത്ഥങ്ങളിൽ നിന്നെല്ലാം അവരെ വിടുവിച്ച് ധാരാളമായ അനുഗ്രഹങ്ങൾ അവർ കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡിൻ്റെ മഹാമാരിയിൽ ദൈവമേ, അടിയങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു നീ അറിയുന്നുവല്ലോ ദൈവമേ. ആരുമായും ബന്ധമുണ്ടാവാൻ, ആരുമായും അടുത്തു പോകാൻ അടിയങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ ദൈവമേ. എല്ലാം ഒന്ന് തുടച്ചു മാറ്റി ഇത്രയും പെട്ടെന്ന് അടിയങ്ങളുടെ ജീവിതം സന്തോഷപ്രദമായ രീതിയിൽ തിരികെ എത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരുന്നാട്ട് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് രണ്ടാമത്തെ ലിത്താനി വാക്യപ്രതിവാക്യമായി വായിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ മേലധികാരികൾക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടുകൂടിയും നല്ല മനസ്സോടുകൂടിയും നിങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അന്ധർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തരോടും തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിൽ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവും ശരീരവുമായിരിക്കുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധമാക്കിയിരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാവിധത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ കഴിക്കുന്നതായ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവന്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സന്തോഷത്തോടെ ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം കൃപരുളയണമേ. ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ എന്ന പാട്ട് ചേർന്ന് പാടാം.
ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ എന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കരുതുന്നതെന്തിനു നീ. കല്ലുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കല്ലുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആത്മാവിലും സത്യത്തിൽ അങ്ങ് ആരാധിപ്പാൻ ഒരുക്കിയ വൻകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന നാഥനെ, ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലിരുന്ന് അങ്ങേ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സ്വർഗീയ നന്മകളാ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ CSI സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിഷപ്പുമാരെയും അവിടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ മധ്യകേരള മഹായുടെ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേഡക് ഡയറ്റ്സ് ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ AC സോളമൻ രാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ ശുശ്രൂഷകളെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 74ാമത് CSI ഫോർമേഷൻ ഡേ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഞങ്ങളുടെ ഹൈദരാബാദ് CSI സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ നൽകിയ എല്ലാ വൈദിക ശ്രേഷ്ഠരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിയങ്ങൾ, ബിൽഡിംഗ് കമ്മിറ്റിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ സേവനങ്ങളെ, സാക്ഷ്യങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകരെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗായസംഘത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും അവിടുത്തെ പ്രിയ മക്കളെ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. യൂത്ത് മൂവ്മെൻ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവികമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഒക്ടോബർ മാസം 2 നടക്കുന്ന വിമൻസ് ഫെലോഷിപ്പിൻ്റെ റിട്രീറ്റിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ എല്ലാ അനുഗ്രഹമായി തീരുവാൻ അവിടെ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. രോഗികളായി, ദുഃഖിതരായി, കഷ്ടതയും പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ, ആശ്വാസം പ്രദാനം ചെയ്യണമേ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു നാഥനെ. വിശേഷാൽ കർത്താവെ, വാർദ്ധക്യസഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ മക്കളെല്ലാം അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദേവാലയത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന കർത്താവ് ഞങ്ങൾ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവങ്ങൾ സമർപ്പിക്കുന്നു നാഥനെ. നിൻ്റെ മക്കളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ശുശ്രൂഷിച്ചതായ അച്ഛനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളിൽ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന ജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രിയ മക്കളെ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പലവിധമായ പ്രയാസങ്ങളിലും പ്രതിസന്ധികളുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന അതിനെ ഞങ്ങൾക്ക് വസിപ്പാൻ പാർപ്പിടും, ധരിപ്പാൻ വസ്ത്രവും, കഴിപ്പാൻ ആഹാരം നൽകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മണത്തിന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന ചേർന്നു പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ.
ഞങ്ങളക്കാരോടും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെടുത്താവശ്യങ്ങളും വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസംസർഗവും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെ നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.